എന്താണ് പരിവാർ? പരിവാർ എന്ന് പറയുന്നത് ഇതിന് ആദ്യം ഇട്ടിരുന്ന പേരെന്ന് പറയുന്നത് പാണ്ഡവ ലഹള എന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ലഹളയുണ്ട്. അതിനുശേഷം പരിഷ്കരിച്ച് ഈ സബ്ജക്റ്റിന് കൂടുതൽ യോജ്യമായിട്ടുള്ളത് പരിവാറാണെന്ന് സംവിധായകർ തന്നെ തീരുമാനിച്ചു. ഉത്സവും ഫഹദും രണ്ട് ചെറുപ്പക്കാർ, അവര് വളരെയധികം എന്താ പറയാ ഭാവനയുള്ള കഴിവുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. അവരുടെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഡിജിറ്റൽ വില്ലേജ്. രണ്ടാമത്തെ ചിത്രം പരിവാർ എന്ന് പറയുന്നത്, പരിവാർന്ന് എഴുതുമ്പോൾ വാറിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ യുദ്ധമുണ്ട്, ഒരു മത്സരമുണ്ട്, കിടമത്സരമുണ്ട്. എന്തിനു വേണ്ടി മത്സരം എന്നുള്ളത് അല്പ സസ്പെൻസ് ആണ്. അല്ലെങ്കിൽ അത്ര വലിയ സസ്പെൻസ് ഒന്നും പറയാനില്ല. ഇതിന് സ്വത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ അമ്മ പോരെ, അതൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ രീതിയിലുള്ള ഒരു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അല്പ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു സൂചന തരാമെന്നുണ്ടെങ്കിൽ അല്പ വാല്യൂ ഉള്ള ഒരു വസ്തുവിന് വേണ്ടിയുള്ള ഒരു പോരൊക്കെ ഇതിനകത്തുണ്ട്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മത്സരം, അവർ തമ്മിലുള്ള ആത്മബന്ധം, അവർ തമ്മിലുള്ള എന്താ പറയാ ഒരു അസൂയ, അതൊക്കെ ഇതിനകത്തുണ്ട്. ഇതാണ് പരിവാർ. ഒരു ഫാമിലി എന്റർടൈനർ. അതെ, ഫാമിലി എന്റർടൈനർ. ഇന്നത്തെ കാലത്ത് ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ എന്നൊക്കെ പറയുന്നത് അല്പം നെഗറ്റീവായിട്ട് വരെ കാണുന്നുണ്ട്. പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇത് പുച്ഛിക്കുന്നുണ്ട്. പ്രകൃതി പടമല്ലേ? അതെ, ഇത് പ്രകൃതി പടമല്ല. ഇപ്പൊ ഇതിനകത്ത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം ഉണ്ട്. അത് രസകരമായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത് ഏതെല്ലാം രീതിയിലാണ് രസകരമാക്കാൻ സംവിധായകർ ശ്രമിച്ചിട്ടുള്ളതെന്നുള്ള വരാനിരിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയാണ് ഞാൻ പറയാന്നല്ലേ. അല്ല, ഒരു ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടേ. ഇപ്പൊ നമ്മുടെ ടൈറ്റിൽ തന്നെ ഒരു മോതിരം എങ്ങാണ്ട് കാണിച്ചിട്ടുണ്ട്. ആ മോതിരം ഈ കഥയിൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടല്ലേ ടൈറ്റിൽ മോതിരം കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മോതിരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അത് ഞാനിപ്പോ ചോദിച്ച സ്ഥിതിക്ക് പറയാം. മോതിരം ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇതിനകത്ത് സംവിധായകർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുകയും പോസ്റ്ററിൽ അവർ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഗുരുവായൂർ അമ്പലനടയിൽ സെറ്റിൽ വെച്ചാണ് ഉത്സവം ഫഹദും വന്ന് കഥ പറഞ്ഞത്. അപ്പൊ കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഇതിനകത്ത് ഇത്രയും ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫുൾ കഥയുണ്ടോ? ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേരുവകൾ വേണ്ട ചേട്ടാ, ഇത് പക്കയാണ്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഓക്കെ. അതിനുശേഷം പ്രശാന്തിനോട് കഥ പറഞ്ഞു. അപ്പോൾ പ്രശാന്ത് പറഞ്ഞു, ഇത് എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു ഇതിന്റെ, പക്ഷേ സ്റ്റോറി ലൈനിൽ കുറച്ചുകൂടെയൊക്കെ ട്വിസ്റ്റും ടേൺസും ഒക്കെ വേണ്ട, ഞങ്ങളുടെ കഥ ഇതാണ്, ഇത് ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം, ഓക്കെ. അതിനുശേഷം സെറ്റിൽ വന്നു അഭിനയിക്കാൻ നേരത്ത് ഞങ്ങൾ മാറി ചോദിച്ചു. ഇന്ദ്രൻസ് ചോദിച്ചു, ഞാൻ ചോദിച്ചു, പ്രശാന്ത് ചോദിച്ചു, അല്ല കുറച്ചുകൂടെ നമ്മുടെ അഭിനയത്തിൽ കുറച്ചുകൂടെ ഇളകി ചെയ്താലല്ലേ അവിടെ ഹ്യൂമർ കിട്ടും. ഇളകി ചെയ്യുന്ന അതൊക്കെ പഴയ ശൈലി, അതൊന്നും വേണ്ട. നിങ്ങളുടെ വേറൊരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അഭിനയിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ അഭിനയിച്ചു. പ്രശാന്ത് അഭിനയിച്ചു, നമ്മുടെ മീനാരാജ് സാർ അഭിനയിച്ചു. ചില ദിവസങ്ങളിലൊക്കെ എടുത്തത് പിറ്റേ ദിവസം രാവിലെ ഒന്ന് റീഷൂട്ട് ചെയ്തു. ഇവരിട്ട് കണ്ടിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, പക്ഷെ അതൊന്നുകൂടെ എടുക്കേണ്ടി വരും, കാരണം ഞങ്ങൾ ഹാപ്പി അല്ല, ചേട്ടൻ ഒന്നുകൂടെ അഭിനയിച്ചായിരുന്നു, ചേട്ടന് വിഷമമില്ലെങ്കിൽ ഒന്നുകൂടെ അഭിനയിച്ചായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അഭിനയിച്ചു. അവരുടെ ആവശ്യമാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇവിടെ ഡബിങ് സമയത്ത് ചില കാര്യങ്ങൾ എക്സ്ട്രാ തിങ്സ് ഒക്കെ ഹ്യൂമറസ് പടങ്ങളിൽ ഇടുമല്ലോ, അതെന്തെങ്കിലും ഇടാൻ നേരത്തെ പറഞ്ഞു അഭിനയിച്ച് മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി, വേറൊന്നും വേണ്ടേ. പ്രശാന്ത് ചോദിച്ചു, ഞാനും ചോദിച്ചു, മീനാരാജ് സാറും ഇന്ദ്രൻസും ഒക്കെ ചോദിച്ചു. അവർ പറഞ്ഞു അത് വേണ്ട. അതിനുശേഷം സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ല ഇതിന്റെ മ്യൂസിക് കുറച്ചുകൂടെ ഹ്യൂമർ വേണ്ടേ, കുറച്ചുകൂടെ എന്തെങ്കിലും. അങ്ങനെ ചേട്ടൻ എന്താ പറയുന്നത്, ഇതിപ്പോ പഴയ സ്റ്റൈലിലുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള അങ്ങനെയുള്ള മ്യൂസിക് കൊടുക്കുന്നു. ഞങ്ങൾ ഇതിന് ഒരു വേറൊരു രീതിയിലാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. ദൈവത്തോർത്ത് ഇതിൽ വേറെ ഒന്നും സജഷൻ ഒന്നും പറയണ്ട. ഞങ്ങളെ വിശ്വാസമാണോ? എൻ്റെ അടുത്തും പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ചു, ഇന്ദ്രൻസിന്റെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമാണ്, എങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക. ഈ മ്യൂസിക് ഓക്കെയാണ്, ഈ എഡിറ്റിംഗ് ഓക്കെയാണ്, ഈ ഫോട്ടോഗ്രാഫി ഓക്കെയാണ്, ഈ പടം ഞങ്ങൾക്ക് ഓക്കെയാണ്, ഞങ്ങളെ വിശ്വസിക്കുക. അപ്പൊ മാർച്ച് 7-ാം തീയതി ഞങ്ങൾ കാത്തിരിക്കുക. അവരെ വിശ്വസിച്ച് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ സംരംഭത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അവരെ എല്ലാം അവരിൽ അർപ്പിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവരുടെ കോൺഫിഡൻസ്, കാരണം സിനിമ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനൊക്കെ അല്പം സീനിയർ ആയിട്ടുള്ള ആളാണ്. മീനാരാജ് സാറും നാടകരംഗത്ത് സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈക്വൽ സീനിയോറിറ്റി, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതൽ സീനിയോറിറ്റിയാണ്. അത് കഴിഞ്ഞാൽ പ്രശാന്തിനുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം കണ്ട് വന്ന ഒരു രീതിയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ സംവിധായകർ ഇതിനെ ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതില് അവരുടെ കോൺഫിഡൻസിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് മാർച്ച് 7-ാം തീയതി തന്നെ അറിയാമെന്നല്ലേ? യെസ്, ഡയറക്ടേഴ്സും കൂടെ വേണമായിരുന്നു ഈ ഒരു ആൻസറിന് റിപ്ലൈ തരാൻ വേണ്ടി, പക്ഷെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. യെസ്,